ഹായ്, വെൽക്കം ടു എവരിബഡി. അപ്പം ഞാനിപ്പം പറയാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു ചെറിയ ഗ്രാമറാണ്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്തിൽ സബ്ജക്റ്റും വെർബും എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവും ക്രിയയും തമ്മിൽ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക നിയമമുണ്ട്. ഈ നിയമത്തെ നമ്മൾ വിളിക്കുന്നത് കൺകോഡ് എന്നാണ്. കൺകോഡ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് പേഴ്സൺ ആയിട്ട് സബ്ജക്റ്റ് വരുന്ന ഹീയെ, ഷീയെ, ഇറ്റ്, അവനെ, അവളെ, അത്, ഇതിൻ്റെ കൂടെ നമ്മൾ വെർബ് ചേർക്കുമ്പോൾ നമ്മൾ സിംഗുലർ വെർബ്സാണ് ആഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഹി റീഡ്സ്. എന്ന് വെച്ചാൽ റീഡ് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ രസ് കൂടെ ചേർത്തു. അപ്പോൾ അവൾ കളിക്കുകയാണ്. ഷീ പ്ലേസ്, പ്ലേയുടെ കൂടെ രസ് കൂടെ ചേർത്തു. ഇറ്റ്, അത് നന്നായിട്ട് ജോലി ചെയ്യുന്നു അല്ലെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് വർക്ക് എന്നുള്ള ഇറ്റ് വർക്ക്സ് വെൽ. അതുപോലെ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റായ ഐയും യുവും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്ലൂറൽ വെർബ്സ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐ റീഡ് ദ ബുക്ക്. ഐ റീഡ്സ് എന്ന് പറയത്തില്ല. അതുപോലെ യു സിങ്സ് എന്ന് പറയും. യു സിങ്. അപ്പം ഈ പറഞ്ഞ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സണായിട്ട് വരുമ്പോൾ, സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സണായിട്ട് വരുമ്പോൾ നമ്മൾ വെർബിൻ്റെ അല്ലെ ക്രിയയുടെ എന്തുപയോഗിക്കും? പ്ലൂറൽ ഉപയോഗിക്കും. ഇതാണ് ഈ കൺകോഡ് നിയമം എന്ന് പറയുന്നത്.